ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. പഴംപൊരി ഞാൻ തയ്യാറാക്കുന്ന രീതി നിങ്ങൾക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് തരാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീട്ടിൽ പഴംപൊരിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലായിടത്തും പഴംപൊരി തയ്യാറാക്കുമ്പോൾ കുട്ടി കുട്ടി പഴംപൊരിയാണല്ലോ തയ്യാറാക്കാറ്. അപ്പോൾ എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിതാ നമ്മൾ പഴം നടു കയറിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ബൗൾ എടുത്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദ ഞാനിതാ ഈ ഒരു മെഷർമെൻറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ 2 കപ്പാണ് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് 3 പഴം ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് ഇതുപോലത്തെ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 60 ml അതായത് ഇതിൻ്റെ ഒരു പകുതിയുടെ ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞളാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പഴംപൊരിക്കൊക്കെ നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി നമ്മൾ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര അധികം നല്ല കളർ വേണ്ട, നല്ലൊരു ചെറിയൊരു അളവിലാണ് നമ്മൾ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു മധുരവും എല്ലാം അതും നമുക്കൊന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഓവറായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ പഴംപൊരിക്ക് ഒരു ബ്രൗൺ കളർ ഉണ്ടാവും കേട്ടോ, മഞ്ഞ കളർ ശരിക്കും കിട്ടില്ല. ഇനി നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പഴംപൊരി തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണെന്നുണ്ടെങ്കിൽ ഒട്ടും കട്ടിയില്ലാതെ ഭയങ്കരമായിട്ട് കുഴഞ്ഞ് കിടക്കുന്ന ഒരു പഴംപൊരി ആയിരിക്കും. അത് വേണ്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ മാറ്റുന്നത്. ഇനി നമുക്ക് ആ ഒരു സ്പൂണിലേക്ക് നമുക്ക് കരിഞ്ജീരകം നിങ്ങളുടെ വീട്ടിലെല്ലായിടത്തും ഉണ്ടെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഈ കരിഞ്ജീരകം ചേർത്ത് കൊടുത്ത് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പഴംപൊരിയിലേക്ക് കിട്ടുന്നത്. ഭയങ്കര വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ കരിഞ്ജീരകം നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാൻ ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞങ്ങളുടെ വെളിച്ചെണ്ണയാണ്, നല്ല ശുദ്ധമായ ആട്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് നമ്മൾ പഴം മുക്കിയിട്ട് നമ്മളിതാ നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പഴം കൂടി നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇങ്ങനെ പൊരിച്ചെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു പഴംപൊരി കഴിക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അകം പുറം മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പഴംപൊരി നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പൊള്ള പോലെ ഇങ്ങനെ വീർത്ത് വരും കേട്ടോ. അപ്പോൾ കാണിച്ചാൽ കണ്ട ഇതിപ്പോൾ നമ്മുടെ പഴംപൊരി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഒന്ന് നല്ല രീതിയിലൊന്ന് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ പൊങ്ങി വരുന്ന പഴംപൊരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ എല്ലായിടത്തും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴംപൊരി. നമുക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.